ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഗേറ്റ് 2027 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിൻ്റെ വൺസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ സീരീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഗേറ്റ് 2027 പാർട്ടായിട്ട് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞ ഒരു കാര്യമാണ്, ഗേറ്റ് 2027 നടത്തുന്നത് IIT മദ്രാസ് ആണ്. ഓക്കെ അല്ലേ? സോ ആ എക്സാമിന്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ ഏതുവരെ ഡേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡേറ്റിന്റെ ഷെഡ്യൂൾ തന്നെ വന്നിട്ടുണ്ട്. ആ ഷെഡ്യൂൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഗേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, അതായത് ഗേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് August 14, 2026 ആണ്. അതായത് ഓഗസ്റ്റ് മാസം 14 തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടി IIT മദ്രാസ് ഒരു ഒഫീഷ്യൽ വെബ് പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അത് ആക്റ്റീവ് ആകുന്നത് ഓഗസ്റ്റ് 14 മുതലാണ്. സോ ഈ പോർട്ടലിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് 2027 അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 തീയതിയാണ്. നൗ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെഗുലർ ഓൺലൈൻ എക്സാം ഓൺലൈൻ രജിസ്ട്രേഷൻ, നിങ്ങൾക്ക് ഏത് തീയതി വരെയാണ് നിങ്ങൾക്കതിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഡേറ്റ് ഉള്ളത്? അത് സെപ്റ്റംബർ 21, 2026 വരെയാണ്. സെപ്റ്റംബർ 21, 2026 വരെ നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡേറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് എക്സ്റ്റെൻഡഡ് ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് ലേറ്റ് ഫീ. ഇനി ഇതല്ല, 21 സെപ്റ്റംബർ വരെക്കുള്ളിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ 30 സെപ്റ്റംബർ 2026 വരെ, സെപ്റ്റംബർ 30 വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട് വിത്ത് ലേറ്റ് ഫീ. ഒരു അഡീഷണൽ ഫീ എമൗണ്ട് കൂടെ നമുക്ക് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ അഡീഷണൽ ഫീ ഫൈനായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ 30 തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഗേറ്റ് 2027 ആപ്ലിക്കേഷൻ റെക്ടിഫിക്കേഷൻ. അതായത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ കറക്റ്റ് അല്ല, നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കേസസിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരവും ഗേറ്റ് കണ്ടക്ടിങ് ഏജൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 ഒക്ടോബർ 2026 മുതലാണ്. ആ ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 ഒക്ടോബർ 2026 മുതലാണ്. ഇനി അടുത്ത ഡേറ്റ് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 2027 ആപ്ലിക്കേഷൻ റെക്ടിഫിക്കേഷൻ. ഈ പ്രോസസ്സ്, അതായത് ഈ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 21 ഒക്ടോബർ 2026 ആണ്. അതായത് ഒക്ടോബർ 21 തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. ഓക്കെ അല്ലേ? നൗ സിറ്റി അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. സിറ്റി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിറ്റിയിൽ വെച്ചാണ്, ഏത് സെന്ററിൽ വെച്ചിട്ടാണ്, ഏത് സിറ്റിയിലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ എറണാകുളത്തായിരിക്കും, തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കും, അതുപോലെ കോട്ടയം ആണെങ്കിൽ കോട്ടയത്തായിരിക്കും. ഏത് സെന്ററിൽ വെച്ചാണ്, ഏത് എക്സാം സെന്ററിൽ, എക്സാം സിറ്റി എവിടെയാണ്, ഏത് സിറ്റിക്കകത്താണ് നിങ്ങളുടെ എക്സാം സെന്റർ വരുന്നത് എന്നുള്ള ഇന്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് 4 ജനുവരി 2027. ജനുവരി 4 തീയതി നിങ്ങൾക്ക് ആ ഒരു ഇന്റിമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ത്രൂ ഇമെയിൽ. അവര് ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, റയർ കേസിൽ മെസ്സേജസ് ആയിട്ടും വരാറുണ്ട്, ബട്ട് മോസ്റ്റ് പ്രോബബിൾ കേസുകളിൽ ഏറ്റവും അധികം വരുന്നത് ഇമെയിൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? നൗ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ്. ഇനി ഈ സിറ്റി ഇന്റിമേഷൻ, സിറ്റി നിങ്ങളെ അറിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യും. ആ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ സിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ എക്സാം സെന്റർ ഏതാണ് എന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ആ സെന്ററും നിങ്ങൾക്ക് ആ 4 തീയതിയോടൊപ്പം തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് അഡ്മിറ്റ് കാർഡ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്ത ഗേറ്റ് 2027 എക്സാംസ്. ഈ എക്സാംസ് നടക്കുന്ന ഡേറ്റ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഫെബ്രുവരി 6, 2027, ഫെബ്രുവരി 7, ഫെബ്രുവരി 13, 14, 20, 21. ഈ 6 ഡേറ്റ്സ്
ഈ 6 ഡേറ്റ്സ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലുള്ള എല്ലാ സാറ്റർഡേയ്സും സൺഡേസിന്റെയും കളക്ഷൻസ് ആണ്. ഈ ഡേയ്സിൽ 2 ഷിഫ്റ്റ് ആയിട്ട് രാവിലെ ഒരു ഫോർനൂൺ സെഷൻ, അതുപോലെ ആഫ്റ്റർനൂൺ സെഷൻ, ഇങ്ങനെ ഓരോ ബ്രാഞ്ച് വൈസ് ആയിട്ടായിരിക്കും നമുക്ക് എക്സാംസ് നടക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ബ്രാഞ്ചിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ സ്പെസിഫൈഡ് സെഷൻ ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അതിൽ ഈ ഡേറ്റ്സിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നമുക്കിപ്പോൾ ഈസി ആണ് നമ്മുടെ ബ്രാഞ്ച്. ആ ഈസി ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും അതിന്റെ എക്സാം ഡേറ്റ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത് അനൗൺസ്മെന്റ് ഓഫ് റിസൾട്ട്സ്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്, നമ്മൾ ഏത് ഡേറ്റിൽ എക്സാം എഴുതി കഴിഞ്ഞാലും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 19 മാർച്ച് 2027. മാർച്ച് 19-ാം തീയതി റിസൾട്ട്സ് എന്ത് ചെയ്യും? അനൗൺസ് ചെയ്യും. ഈ ഒഫീഷ്യൽ ഡേറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് IIT മദ്രാസ് തന്നെയാണ്. ഓക്കെ, അതായത് മദ്രാസ് ആണ്, IIT മദ്രാസ് ആണ് ഈ വർഷത്തെ എക്സാം കണ്ടക്ടിങ് ഏജൻസി, ഗേറ്റ് എക്സാം കണ്ടക്ടിങ് ഏജൻസി എന്ന് നമുക്കറിയാം. ഇനി അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾ ഡേറ്റ്സ് ആർ ലേബിൾ ടു ചേഞ്ച്. എല്ലാ ഡേറ്റ്സും സാഹചര്യവശാൽ ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നേ ഉള്ളൂ. പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവരെന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഇന്ന ഡേറ്റിൽ നിന്ന് മാറി ഇത്ര ഡേറ്റ് ആയി എന്നുള്ള കാര്യങ്ങളെല്ലാം. ഈ ഓരോ പ്രോസസ്സിന് എന്തെങ്കിലും ഡേറ്റ്സിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ത്രൂ വെബ് പോർട്ടൽ അവര് ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ അപ്പോ ഇന്ന് ഈ സെഷനിൽ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സിനെ കുറിച്ചാണ്. ഏതെല്ലാം ഡേറ്റ്സിലാണ് നിങ്ങൾക്ക് ഓരോരോ പ്രോസസ്സ് ഗേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, നമുക്ക് റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഏതൊക്കെ ദിവസമാണ് എക്സാംസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. സോ ഇത്തവണത്തെ, അതായത് 2027 ഗേറ്റ് എക്സാമിന് വൺസ് നിങ്ങളുടെ കൂടെ ഫുൾ ടൈം കോഴ്സായിട്ട് അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും നല്ലൊരു റാങ്ക്, നല്ലൊരു സ്കോർ ആശംസിച്ചുകൊണ്ട് കീപ് വാച്ചിങ് വൺസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.